സംസ്ഥാനത്ത് ട്രെയിൻ വഴിയുള്ള ലഹരിക്കടത്തിൽ വൻ വർധനയെന്ന് കണക്കുകൾ. 2025 പിടിച്ചെടുത്തത് എക്കാലത്തെയും റെക്കോർഡ് ലഹരിയാണ്. കഴിഞ്ഞ വർഷം ആകെ 559 കിലോ ലഹരി പിടിച്ചപ്പോൾ ഈ വർഷം 2 മാസം കൊണ്ട് മാത്രം പിടിച്ചത് 421.87 കിലോ ലഹരിയാണ്. 2024 55 ലഹരിക്കടത്തുകാരെ അറസ്റ്റ് ചെയ്തപ്പോൾ കഴിഞ്ഞ 2 മാസത്തിൽ പിടിയിലായത് 31 പേരാണ്. സംസ്ഥാനത്തേക്കുള്ള ലഹരിക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ട്രെയിൻ മാർഗ്ഗമുള്ള ലഹരിക്കടത്ത്. ഇത് തടയുന്നതിനാവശ്യമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സദേൺ റെയിൽവേ GMന് ഒരാഴ്ച മുമ്പ് ZRUCC മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കത്തയക്കുകയും അതിന് ഇന്ന് അവർ മറുപടി നൽകിയിട്ടുണ്ട്. ഡിവിഷണൽ റെയിൽവേ സെക്യൂരിറ്റി കമ്മീഷണറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയ മറുപടിയിൽ കൃത്യമായി റെയിൽവേയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് റെയിൽവേ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. റെയിൽവേ നൽകിയിട്ടുള്ള മറുപടിയിൽ പറയുന്ന കാര്യം 2,85,49,929 രൂപയുടെ ഡ്രഗ്സ് ഇതിനകം തന്നെ അവർ പിടികൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും റെയിൽവേയുടെ അനുകൂലമായ നടപടിയിൽ കൂടുതൽ പ്രതീക്ഷയുണ്ട്. നമുക്കിപ്പം VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ലോക ഹാപ്പിനെസ് ഡേ ആണ്. അപ്പം ഒരു ഹാപ്പിനെസ് ദിനാശംസകൾ നേരുന്നു, സന്തോഷ ദിനാശംസകൾ VS രഞ്ജിത്ത്. പക്ഷേ നമ്മൾ കൊടുക്കാൻ പോകുന്ന വാർത്ത ഒട്ടും സന്തോഷമുള്ള വാർത്തയല്ല, ആശങ്കപ്പെടുത്തുന്നതാണ്. 2 മാസത്തിനിടെ 421.87 കിലോ ലഹരി പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പിടിക്കപ്പെടാതെ പോയിട്ടുണ്ടല്ലേ രഞ്ജിത്ത്? ഡോക്ടർ, ആളുകൾ ഈ വ്യാജ സന്തോഷങ്ങൾക്ക് വേണ്ടി ഈ ലഹരിയാണ് ആശ്രയിക്കുന്നതെന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഏതായാലും നമ്മളിപ്പോൾ ഈ അതിർത്തികളിലൊക്കെ ലഹരിക്കടത്ത് തടയാൻ വേണ്ടി പോലീസും എക്സൈസും ഒക്കെ വലിയ തോതിൽ ചെക്കിംഗ് നടത്തുമ്പോൾ നമ്മളെ ട്രെയിനുകൾ ഈ അന്തർ സംസ്ഥാന ലഹരിക്കടത്തിൻ്റെ പ്രധാന പാതയായിട്ട് മാറുകയാണ്. അന്തർ സംസ്ഥാനം പോലുമല്ല, നമ്മുടെ സംസ്ഥാനത്തേക്ക് നേരിട്ടല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഹരി എത്തിച്ച് അത് നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഈ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രെയിനിൻ്റെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകൾ പോലും, ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലൊന്നും ഒരു ചെക്കിംഗ് ഉണ്ടാവില്ല. അവിടെ ടിക്കറ്റ് ചെക്കിങ്ങിന് പോലും TT പോലും വരാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകൾ വഴി പോലും വലിയ തോതിൽ ലഹരി കടത്തുന്നുണ്ട് കേരളത്തിലേക്ക് എന്ന വിവരമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ RPFൻ്റെ എത്ര മെമ്പേഴ്സ് ഒരു ട്രെയിനിലുണ്ടാവും, അവർക്ക് എല്ലാ ട്രെയിനുകളും പരിശോധിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് അന്തർ സംസ്ഥാന ട്രെയിനുകൾ പരിശോധിക്കുന്നതിനുള്ള അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ നടത്തിയ പരിശോധനയിൽ ഈ വർഷം 2 മാസം കൊണ്ട് ഏകദേശം 2.25 കോടിയോളം വരുന്ന ലഹരി, അത് പല തരത്തിലുള്ളതാണ്. സിന്തറ്റിക് ലഹരികൾ വരും, മദ്യം വരും, അതുപോലെ പാൻപരാഗ്, ഹാൻസ് പോലുള്ള സാധനങ്ങൾ കേരളത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങളായതുകൊണ്ട് അത് വരും. അത്തരത്തിൽ നർക്കോട്ടിക് ആയിട്ടുള്ള സാധനങ്ങൾ അവർ ഏകദേശം 2.25 കോടിയോളം ഈ 2 മാസം കൊണ്ട് പിടിച്ചു. 413 കിലോ ആണ് പിടിച്ചത്. അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം മനസ്സിലാവണമെങ്കിൽ 2024 കണക്ക് പരിശോധിക്കണം. 2024 മുഴുവൻ, ഒരു വർഷം മുഴുവൻ ആകെ പിടിച്ചത് 2.5 കോടിയോളം മാത്രമാണ്. അതുപോലെ തന്നെ ഒരു വർഷം മുഴുവൻ പിടിച്ചത് 500 ചില്ലാനം കിലോ മാത്രമാണ്. അപ്പോൾ അത്രയും സാധനത്തിൻ്റെയോളം വരുന്നത് 2 മാസം കൊണ്ട് പിടിച്ചു. അപ്പോൾ ഈ 2025 ഈ പുതുവർഷത്തിൽ നമ്മൾ എത്രത്തോളം ഈ ലഹരിക്ക് അടിമപ്പെടുന്നു, കേരളത്തിലേക്ക് എത്രത്തോളം ലഹരി ഒഴുകുന്നു എന്നുള്ളതിൻ്റെ വ്യാപ്തിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും റെയിൽവേ പറയുന്നത് അവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കാൻ പോകുന്നു, കൂടുതൽ അംഗങ്ങളെ ട്രെയിനിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സിറാജുദ്ദീനെ ലഭിച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയാണെങ്കിൽ ചില തീവണ്ടികൾക്കൊക്കെ നമുക്ക് ഗഞ്ച എക്സ്പ്രസ് എന്ന് പേരിടേണ്ടി വരുമോ എന്നൊരു ആശങ്കയിലാണ്. തീർച്ചയായിട്ടും RPF കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം. 421 കിലോഗ്രാം ലഹരിയാണ് 2 മാസത്തിനുള്ളിൽ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.